ഐസ്ക്രീമിന്റെ കാര്യം പറയാൻ മാത്രം പറ്റില്ല. Sadia, savor restaurant quality meals and leave the dishes wondering. Ramadan like a pro with Sadia. أهلا بك في بيت لا تدق فيه الأبواب. أهلا بأنصع النور وبدعوات ترجو الثواب. أهلا في بيت مؤنس لزواره مهما طال بهم الغياب. أهلا بشهر فضيل يجمعنا سواء كنا أهلا أو أغرابا أو أصحاب. أهلا بالأمان في كل آن. أهلا بك يا رمضان. ديتول معك في كل مكان. ചാനൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ പറയത്തൊന്നുമില്ല. ഞാൻ വിളിച്ചു പറയും എല്ലാരും കാര്യങ്ങൾ അറിയിക്കും. ഒന്നീ കൊച്ചിന്റെ പപ്പയും മമ്മി ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ പപ്പയും മമ്മി ഈ കൊച്ചിനെ ഉപേക്ഷിക്കണം. എന്താണ് ഇതിന്റെ ശാസ്ത്രീയ പരിഹാരം? എഞ്ചിനീയറെ വിളിച്ചില്ലല്ലേ, ഇതൊക്കെ കാണാൻ ജോലി ഒന്ന് തണുത്താ മതി. ഇതങ്ങനെയൊന്നും നടക്കൂല. അപ്പൊ അമ്മ വരുമ്പോഴും ഇപ്പൊ അമ്മ അവിടെ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞുള്ളപ്പോ നമുക്കെന്നെ അറിയാം. എന്താന്ന് അല്ല, ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് പറയുന്നത്. എന്താണോ ഒരേ ആലോചനയിലാണ്? കുറെ നേരമായി ഒന്നും കഴിച്ചിട്ടില്ല. ജ്യൂസ് എടുക്കട്ടെ? നിങ്ങൾ പോയി കഴിക്കും, എന്നെ വെറുതെ വിടും. താൻ എന്തിനാളെ വെറുതെ ആലോചിച്ചു കൂട്ടും? എനിക്കൊരു തെറ്റ് പറ്റി. ഐ ആം സോറി. മോളെ വിളിച്ചത് കൃത്യമായിട്ടൊരു പ്ലാനിങ് വെച്ചിട്ടാണ്. അതൊട്ട് വർക്കൗട്ടായി. ആദ്യമായിട്ടാ നമ്മുടെ വീട്ടിൽ വന്ന ഒരാൾ നമ്മളെ വിഷയം. അപ്പൊ നമുക്ക് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ അല്ലേ? അത് താൻ വിട്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു നമ്മുടെ മോളുടെ ഹസ്ബൻഡ് ആൾക്കാരല്ലേ. മനസ്സുകൊണ്ട് നിങ്ങൾ അംഗീകരിച്ചു അല്ലേ? ഈ എന്തീ പറയുന്നു? ഞാൻ പറഞ്ഞു വന്നപ്പോ ഫ്ലോയിലൊന്നും പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഫ്ലോയിലൊന്നും പറയണ്ട. നിങ്ങളും കൂടി മനസ്സിലാക്കാൻ പറയുക. എനിക്ക് ഒരിക്കലും ആ പയ്യനെയോ പയ്യന്റെ വീട്ടുകാരെ അംഗീകരിക്കാൻ പറ്റും. നീ എന്നത് ഇങ്ങനെ പറയും? ഞാൻ അവരെ അംഗീകരിച്ചു എന്നാണ് പറയും. അങ്ങനെ എങ്ങാനും ഒരു ചാഞ്ചാട്ടം നിങ്ങൾക്കുണ്ടായാൽ അത് എന്നോട് പറയാം. ഞാൻ അങ്ങനെ ചാഞ്ചാട്ടുള്ള മരിക്ക് വരെ കാണിച്ചിട്ടുണ്ടോ? നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? ആ, അതെനിക്കിടയ്ക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അങ്ങനെ തോന്നാനും പാടില്ല. അല്ല, ഞാൻ വളരെ എന്തിനാ ആ കുട്ടികളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഞാൻ ആ 3 പിള്ളേരെയൊന്നും വിളിച്ചിട്ടില്ല. മോളെ മാത്രമേ വിളിച്ചത്. ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് വെച്ചിട്ടാ. അതാണെങ്കിൽ നടക്കും ചെയ്യില്ല. നമ്മൾ റിസ്ക് ഒക്കെ എന്തിനാണ് അറിയണം? മോളെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ നീ നോക്കി 1-2 മാസത്തിനുള്ളിൽ അവൾ നമ്മുടെ അടുത്തേക്ക് വരും. അവിടെ മടുത്തിട്ട്. പക്ഷെ അതിനുള്ള ആക്കം കൂട്ടേണ്ടത് നമ്മളാണ്. പിന്നെ അവള് പുഷ്പം പോലെ ഇങ്ങോട്ട് വരും. പിന്നെ നമുക്ക് അവളെ കൊണ്ടുപോവാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ ആ വീട്ടുകാർക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നമ്മുടെ ഈ വീട് വാങ്ങിച്ചത് എന്തിനാ? മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഇതൊക്കെ നടക്കണം. എനിക്കെന്തോ അവരുടെ പെരുമാറ്റ സ്വഭാവം പിടിക്കുന്നില്ല. അവരുടെ മുമ്പിൽ എന്തോ കൊച്ചായി പോകുന്ന പോലെയാ, തോറ്റു പോകുന്ന പോലെയാ. കുറച്ചൊക്കെ അത് വേണ്ടി വരും. നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ട്. എന്നാൽ ആ കുട്ടി കാണിച്ചൊരു മണ്ടത്തരം. ഇത് പറഞ്ഞ കാര്യമില്ല. അതിന് കൊള്ളിയാ വേണ്ടത്. വിടുന്നു കാന്തോ അല്ല, നമുക്ക് അങ്ങനെ ഒന്ന് പോയാൽ. എവിടെ ആ ബാലുണ്ട് വെച്ചോ? നിങ്ങൾ എന്തൊന്നും മനസ്സിലായി പറയുന്നത്? മനസ്സിലായില്ലേ? നമുക്കവിടെ പോകേണ്ട രീതിയിലൊന്നും പോയിട്ട് വരാൻ. ഇപ്രാവശ്യം നമ്മൾ അവിടെ പോയിട്ട് വരുമ്പോഴേക്കും കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവും. മനസ്സിലായി? പോവാം. എന്നിട്ട് നമുക്ക് ആ ബാലചന്ദ്രൻ തമ്പി കുടുംബത്തിൽ കണ്ടിട്ട് വരാം. നമ്മൾ പറഞ്ഞിട്ടുള്ള ആൾക്കാർ മാത്രം മതി. വേറെ പുറത്ത് മണടിക്കണ്ട കേട്ടാ. ആ കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ത്യനെ വിളിച്ച് പറഞ്ഞോളാം. ആ ശരി. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. എല്ലാം അവിടെ കൊണ്ട് തീർന്നു. അതിന്റെ ബാക്കിയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഒരു പ്രശ്നത്തിനല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രശ്നത്തിന് വരണം.
എങ്കിലും എന്റെ മോളെ കാണിച്ചില്ലേ അതിന് കണക്ക് തീർക്കാൻ പറ്റും. എന്റെ മക്കളെ ഞാൻ എന്റെ ഭാര്യ അല്ലാതെ വേറെ ഒരുത്തരും ഇതിനെ കൈവ് കിട്ടില്ല. അറിയോ? അറിയാം മിസ്റ്റർ ബാലു. പക്ഷെ ഇതൊക്കെ സംഭവിച്ചു പോകുന്നതല്ല, പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ലല്ലോ. പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ചെയ്ത് തെറ്റാണെന്നത്. ഇയാളെന്ന് വന്നേ. ഞാനാ? ആ ഇയാള് തന്നെ. വാ. പേടിക്കണ്ട. വീട്ടിൽ വന്നപ്പോ എന്റെ മൂഡ് ശരിയല്ല. അറിയാതെ പറ്റിപ്പോയതാ. അതിനിപ്പോ ഞാൻ സോറി പറഞ്ഞെങ്കിൽ പറയാം. അയ്യോ ആന്റി സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി പോരാണ്ട് തന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്റെ അമ്മ തട്ടിയ പോലെ ഫീൽ ചെയ്തു. Good girl. ആ തമ്പിന്റെ കല്യാണം അറേഞ്ച് മാരേജ് ആയിരുന്നു അല്ലേ? അതെ. കുടുംബക്കാരൊക്കെ ചേർന്ന് സന്തോഷം നടത്തിയതല്ലേ? അതുപോലെ ദിയയുടെ കല്യാണം അങ്ങനെ നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് കാണില്ലേ? അതുണ്ടാവുക. അതാണ് പെട്ടെന്ന് അങ്ങനെ ദേഷ്യമൊക്കെ വരുന്നത്. ഇതൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ ആ ദേഷ്യം നമുക്ക് പെട്ടെന്ന് മാറത്തില്ലല്ലോ. അല്ല, ഇപ്പൊ ഏതൊക്കെ മാറിയിട്ടില്ല. എനിക്കറിയില്ല. കുസൃതി കുട്ടി പറഞ്ഞിട്ടില്ലേ? എന്തായാലും ആ ദേഷ്യത്തിൽ കാണിച്ചു കൂട്ടുന്ന ഇതൊക്കെ വിട്ടുകളാം. അയ്യോ ഞാനൊക്കെ അപ്പോഴേ വിട്ടായിരുന്നു ആന്റി. നിങ്ങളെന്താ പറയുന്നത്? എന്തോ കൊണ്ട് അന്താളിച്ച പോലെ നിൽക്കും. അല്ല, ഹിറ്റ്ലറെ പെട്ടെന്ന് ഗാന്ധിജി ആയപ്പോഴേ ഒരു അന്താളിപ്പ്. മോളിങ് വന്നേ. ഒരമ്മ നിലയിൽ നിന്റെ കാര്യങ്ങൾ നോക്കാനും നിന്നെ സ്നേഹിക്കാനോ ലാളിക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടിയില്ല. അമ്മ ഓട്ടത്തിലായിരുന്നില്ലേ? അതും നിനക്കൂടി വേണ്ടി ആയിരുന്നു. പക്ഷെ അതൊക്കെ നീ മറന്നു. സാരമില്ല, എനിക്കും അതെല്ലാം കഴിഞ്ഞില്ലേ. മമ്മിക്കിപ്പോ മോളോട് ദേഷ്യമൊന്നുമില്ലേ? ടൈം ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് വരണേ. പിന്നെന്താ, എപ്പോ മണി വരാലോ. അല്ലേ? പക്ഷെ ബാലു എന്താ മൗനായിരിക്കും? ഞാൻ പറയാനൊക്കെ പറഞ്ഞ് തീർന്നില്ലേ? പക്ഷെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ല പിന്നെ പറഞ്ഞത്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ എന്നാലും എന്റെ മോൻ ചെയ്ത് തെറ്റാണ്. അത് ഞാൻ അംഗീകരിച്ചിട്ടൊന്നുമില്ല. മനുഷ്യരല്ലേ? എന്താണ് എന്താ പക്ഷെ ബാലു സംസാരത്തിൽ ഒരു സംശയമുള്ള പോലെ? അങ്ങനെയൊന്നുമില്ല. എന്നാ മമ്മി അറിയട്ടെ. മമ്മി എങ്ങനെയാന്ന് മോൾക്ക് അറിയാൻ. ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും ഭംഗി വാക്ക് പറയാനും ഇതൊന്നും എനിക്ക് അറിയില്ല. എനിക്കറിയാലോ, ജനിച്ച കുടുംബവും ജീവിച്ച രീതിയും ഒക്കെ അങ്ങനെ ആയിപ്പോവും. നമുക്ക് മമ്മി അറിയാതെ നിന്നെയോ പയ്യനെയോ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു അത് നമ്മൾ മനസ്സിലാക്കരുത്. അതിന്റെ പേരിൽ മമ്മിയുടെ ദേഷ്യം തോന്നും. നമുക്ക് നിന്നട്ടെ. ഒരു സമയം കിട്ടുമ്പോൾ മോള് വരുന്നത് മമ്മിക്കൊരു സംഭവം തന്നെ. വരാതിരിക്കുന്നു.